Hello my dear students, welcome back to Rans Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പോൾ നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ അല്ലേ നമ്മൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സി ഇങ്ങനെ ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ ശരിക്കും കൊടുക്കും കേട്ടോ. ഞാനൊരു കാര്യം പറയുകയാണെ, നിങ്ങൾ ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ ആളുകൾക്ക് എന്തെല്ലാം ചോദ്യം വരും എന്നൊക്കെ അറിയാം, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ടോ. ഞാൻ ഇംഗ്ലീഷിന്റെ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് അറിയില്ലെങ്കിൽ എത്ര പേജ് ചെയ്തതെന്ന് ഒരുപാട് ആൾക്ക് അറിയില്ല. സി ഇനി എത്ര പേജ് ഉണ്ട് എന്നുള്ളതിൽ കൂടുതൽ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് സാറ് എത്ര ടൈം എടുക്കണം അല്ലേ, അതിനെക്കുറിച്ച് കറക്റ്റ് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് വാച്ച് നിർബന്ധമായിട്ടും ഈ വാച്ച് നിങ്ങളെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം ചെലവഴിക്കണം എന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഒരു മിനിറ്റ് നിങ്ങൾ കളിയാണെന്നുണ്ടെങ്കിൽ വൻ നഷ്ടമായിരിക്കും മക്കളെ, വൻ നഷ്ടമായിരിക്കും. സോ ഡയറക്റ്റ് ഞാൻ ടോപ്പിക്കിലേക്ക് കയറാം കേട്ടോ. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ആരും ഇന്നേ വരെ ചെയ്യാത്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. കാര്യം പല ആളുകളും മാർക്ക് കുറയാ, നമ്മൾ 80 കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് കേട്ടോ. 80 ഔട്ട് ഓഫ് 80 കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് റിസൾട്ട് വരുന്ന സമയത്ത് വരില്ല എങ്ങനെയാണെന്ന് അറിയോ, പിന്നെ 75 അല്ലേ, 75 അതായത് 100ൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95 ഉള്ള ഒരുപാട് കുട്ടികൾ 93, 92, 90 അല്ലേ. അതെന്താ സാറേ ഉത്തരം എഴുതാൻ സമയം കിട്ടിയില്ല എന്ന് പറയും. അതിന്റെ റീസൺ എന്താണ്? ടൈം മാനേജ്മെന്റ് ക്ലിയർ അല്ലാഞ്ഞിട്ടാണ്, പക്ക അല്ലാഞ്ഞിട്ടാണ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നോക്കൂ നിങ്ങൾ ഡയറക്റ്റ് കേട്ടോ. നമുക്കൊരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാലേ 2.5 മണിക്കൂറാണ് സമയം ഉണ്ടാവില്ല. 2.5 മണിക്കൂർ. നീ കൂൾ ഓഫ് ടൈം എത്ര മിനിറ്റ് ഉണ്ട് പറ? 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് കേട്ടോ. സി നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കുക നിങ്ങൾ. 5 പാർട്ടുകളായിട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരിക. 5 പാർട്ടുകൾ. ഈ 5 പാർട്ടുകൾ ക്വസ്റ്റ്യൻസിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയോ? ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ 1, 2, 3, 4, 5 എന്നീ പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ക്ലിയർ ആകുന്നുണ്ടോ? സി ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്ന് അല്ലെ, ഇങ്ങനെ 5 പാർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ സാർ, ഏത് ഉത്തരാണ് ആദ്യം എഴുതേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഈ 5 പാർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെ നിന്ന് നമ്മൾ തുടങ്ങണം എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവില്ലേ. പല ആളുകളും നേരെ പോലെ ഈ ഫസ്റ്റ് പാർട്ടിലേക്കാട്ടോ. എന്താണ് ഈ ഫസ്റ്റ് പാർട്ടിൽ? അതൊരു പാരഗ്രാഫ് എന്നുള്ള ക്വസ്റ്റ്യൻ കയറാം അല്ലേ. ഈ ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറഞ്ഞു കേട്ടാലും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു ചോദ്യത്തിന് എങ്ങാനും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സകല കോൺഫിഡൻസ് പോകും. അപ്പൊ കറക്റ്റ് എങ്ങനെ ആൻസർ ചെയ്തണം എന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ആദ്യം നോക്കിക്കോളൂ നിങ്ങൾ. 1 മുതൽ 8 വരെയുള്ള ചോദ്യം വരുന്ന സമയത്ത് അതിന് 15 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ. കാര്യം അവിടെ 8 മാർക്ക് നമുക്ക് ആകെ കിട്ടാനുള്ളൂ. ഈ 8 മാർക്കിന് 15 മിനിറ്റിന് അങ്ങപ്പുറത്ത് കൊണ്ടുപോകരുത്. ക്ലിയർ അല്ലേ? സി പിന്നെ 9 മുതൽ 12 വരെയുള്ളതും അതുപോലെ തന്നെയാണ്. ഗ്രാമർ പോർഷൻ ആണ്, ഞാൻ കാണിക്കാം, ഡീറ്റെയിൽ കാണിക്കാം. അതിൽ 6 മാർക്ക് നിങ്ങൾക്കുള്ളൂ. അതിനും നിങ്ങൾ മാക്സിമം 15 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? സി ഇനി 13 മുതൽ 20 വരെയുള്ള കുറച്ചുകൂടെ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. സി നിങ്ങൾ നോക്കുക, 20 മാർക്കിനുള്ള സമയം അല്ലേ, 20 മാർക്ക് കിട്ടാനുണ്ട്. സോ അവിടെ നമുക്ക് 35 മിനിറ്റ് എടുക്കാം. 35 മിനിറ്റ്. സാർ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക അതാണ് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി 21 മുതൽ 28 വരെ 50 മിനിറ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. കാര്യം അവിടെ 30 മാർക്കിനുള്ള അല്ലേ, 30 മാർക്ക് നമ്മൾ അവിടെ നേടിയെടുക്കണം എന്ന്. സി നോക്കൂ നിങ്ങൾ. ഇനി 29 മുതൽ 31 വരെ അല്ലേ, നിങ്ങൾക്ക് നോക്കൂ 25 മിനിറ്റ് അവിടെ സമയം ചെലവഴിക്കാം. സി ടോട്ടൽ 16 മാർക്ക്. 2 ചോദ്യത്തിന് ആൻസർ അവിടെ എഴുതാണ്ടാവുള്ളൂ. 16 മാർക്ക്. 8 അല്ലേ, 8 വരുന്ന 16 മാർക്ക് അവിടെ കിട്ടാനുള്ളൂ. ഡീറ്റെയിൽ കാണിക്കാം കേട്ടോ. സി എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടും. ഈ എക്സ്ട്രാ കിട്ടുന്ന സമയത്താണ് നമുക്ക് എവിടെങ്കിലും കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ അല്ലേ, ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയത് ഒരു കോൺഫിഡൻസ് ഇല്ല, അപ്പൊ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതെടുത്ത് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരം എഴുതിയിൽ 4 മാർക്കുള്ളൂ അല്ലേ. ഇപ്പൊ ഒരു 4 മാർക്കിന്റെ ചോദ്യത്തിൽ നിങ്ങൾ കരുതുക കേട്ടോ, അത് എനിക്ക് തോന്നുന്നു ഒരു 2 മാർക്ക് കിട്ടാൻ സാധ്യത ഉള്ളൂ. അപ്പൊ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ഒരു ഓപ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാവില്ലേ, അതെടുത്ത് എഴുതി വെക്കുക. അപ്പൊ ചിലപ്പോൾ അതെന്ത് ചെയ്യും, 4 മാർക്കിലേക്ക് അത് കൺവേർട്ട് ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആദ്യത്തെ അല്ലേ നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എഴുതിയത് ചിലപ്പോൾ എഴുതാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് പോയി പോകും അല്ലേ. അങ്ങനെ വന്നാൽ ഓർ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. അപ്പൊ ഈ 10 മിനിറ്റ് അതിനുള്ളതാട്ടോ. പിന്നെ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്യണം. അതിനൊക്കെ ഉള്ളതാണെന്ത് ഈ 10 മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ, ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടോ, സ്ട്രക്ചർ പറഞ്ഞുതരാണ്. 1 മുതൽ 8 വരെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ നോക്കൂ, 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
1 മാർക്ക് വെച്ചിട്ട്. ചിലപ്പോൾ 8 ക്വസ്റ്റ്യൻസിന് പകരം 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അതിൽ 1-2 ക്വസ്റ്റ്യന് എത്ര മാർക്ക് ഉണ്ടാവും? 2 മാർക്കിനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരലുണ്ട്. 8 മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഓർക്കണം, എത്ര മിനിറ്റ് നിങ്ങൾക്കുള്ളൂ? 15 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 8 മാർക്ക് അടിച്ചിരിക്കണം. അത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പോയിം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വെരി ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്ന് അറിയോ? അതിന് ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതിന്റെ 4 മാർക്കും ഈ 8 മാർക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ 80ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 8 മാർക്ക് ലാപ്സ് ആയി കഴിഞ്ഞാൽ അതിനിപ്പോ 2 മാർക്ക് പോയാൽ പിന്നെ 6 മാർക്ക്. അപ്പൊ നിങ്ങളുടെ മാർക്ക് എത്രയായി മാറും? 78 മാർക്കായി മാറും. മനസ്സിലാകുന്നുണ്ടോ? 2 മാർക്ക് പോയി കഴിഞ്ഞാൽ 78 മാർക്കാവും. അതായത് ടോട്ടലിൽ കൂട്ടുന്ന സമയത്ത് 98ലേക്ക് വരും. അപ്പൊ ഇവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അതാ നോ അതർ ഓപ്ഷൻ എന്ന് പറയാനുള്ള കാര്യം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോളൂ. 9 മുതൽ 12 വരെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. 9 മുതൽ 12 വരെ ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത കേട്ടോളൂ. നിങ്ങൾക്ക് ഒന്നതിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. 9, 10, 11, 12 4 കേട്ടാ. 1, 2, 3, 4 അല്ലേ? അങ്ങനെ 4 ഇതിൽ 3 ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്താൽ മതി. 2 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവല്ലേ. അപ്പൊ ഈ ഒരു ഏരിയക്ക് പറയുന്ന പേരാണത് ഗ്രാമർ പോർഷൻ. സെക്കൻഡിലാണ് ഉണ്ടാവുക കേട്ടോ. ഗ്രാമർ പോർഷൻ ആണ് ഇവിടെ. സെക്കൻഡിലാണ്, സെക്കൻഡ് പാർട്ടാണ് എന്ത്? ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത്. 6 മാർക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 15 മിനിറ്റിന് അങ്ങേപ്പുറത്ത് 1 മിനിറ്റ് എടുക്കാൻ പറ്റുമോ? പറ്റൂലടാ. അവിടെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നത്. അവിടെയാണ് +1 കേട്ടോ കണ്ടീഷണൽ ക്ലോസ് വരുന്നത്. അവിടെയാണ് കൊഹസീവ് ഡിവൈസസ് വരുന്നത്. എങ്ങനെയാണ് സാർ ഈ കൊഹസീവ് ഡിവൈസസ് ഒക്കെ ചെയ്യല്? അത് നമ്മൾ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാനുള്ളതാട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ പോയം ലൈൻസ് ചില സമയത്ത് തരും. അവിടെ എന്താ അറിയോ? ചില പോയം തന്നുകൊണ്ട് ലൈൻസ് തന്നുകൊണ്ട് അതിനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി തന്ന അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ആയിട്ട്. സാധാരണ ഇവിടെ ഗ്രാമറേ ഉണ്ടാവില്ല കേട്ടോ. ഗ്രാമർ ഉണ്ടാവില്ല. ഇതൊക്കെ റയർ ആയിട്ട് വന്നതാണ്. പക്ഷെ വന്നപ്പോൾ നമ്മൾ കാണിക്കണമല്ലോ. അപ്പൊ സെക്കൻഡ് പോർഷനിലാണ് എന്തുണ്ടാവല്? പൊതുവെ ഗ്രാമർ ഉണ്ടാവല്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ബാക്കി 3 നിങ്ങൾ എഴുതണം. റൈറ്റ് അല്ലേ? അടുത്ത നോക്കൂ നിങ്ങൾ. 13 മുതൽ 20 വരെയുള്ള ചോദ്യം, അതായത് 5 ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്ക് വെച്ച് ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടാവും പറ? 20 മാർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ 35 മിനിറ്റ് സമയം എടുക്കാം കേട്ടോ. എത്ര മിനിറ്റ് സമയം എടുക്കാം? 35 മിനിറ്റ് സമയം എടുക്കാം. നിങ്ങൾക്ക് ഇതിൽ നോക്കൂ നിങ്ങൾ 5 എഴുതിയാൽ മതി. പക്ഷെ എത്ര സ്കിപ്പ് ചെയ്യാൻ നോക്കൂ? സ്കിപ്പ് ഓൺലി 3 സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നോക്കൂ നിങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8. ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവില്ലേ? ചിലപ്പോൾ ഇങ്ങനെ അവിടെ ഇത്ര ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ക്രിസ്മസ് എക്സാമിന് ചിലപ്പോൾ 6 ചോദ്യത്തിൽ 5 എഴുതണം, അല്ലെങ്കിൽ 7 ചോദ്യത്തിൽ 5 എഴുതണം. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ല കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. പബ്ലിക്കിനൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും 8 5 എഴുതാന്ന് പറയുന്ന ഓപ്ഷനാണ് പബ്ലിക്കിന് പൊതുവെ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്താണെന്ന് അറിയോ? കഴിഞ്ഞ ഈ വർഷം 2024 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണം എക്സാം ഗവൺമെന്റ് നടത്തിയിട്ടില്ല അല്ലെ? ക്രിസ്മസ് എക്സാം ആണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് എന്തുണ്ടാവും? ഒരു കംപ്ലീറ്റ് ഒരു മോഡൽ എക്സാമിന്റെ ഒരു ആവറേജ് വെയിറ്റേജ് അതിന് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിലാടാ 5 ക്വസ്റ്റ്യനിൽ 4 മാർക്ക് വെച്ചിട്ട് പ്രൊഫൈല്, എസ് എഴുതാന്, ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഉണ്ടാവില്ലേ? അത് എഴുതാന്, ട്രാവൽ എസ് എഴുതാനുണ്ടാവും, ഇമെയിൽ എഴുതാനുണ്ടാവും, പിന്നെ എഗ്രി ഡിസഗ്രി എഴുതാൻ, ഡിബേറ്റ്, എഡിറ്റ് ദ പാസേജ് ഉണ്ടാവും, പിന്നെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുണ്ടാവും. അപ്പൊ നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു 4 മാർക്ക് നമുക്ക് ഉറപ്പുള്ള ഒരു സാധനമാണെന്ന് പറ പ്രൊഫൈൽ എഴുതുക എന്ന് പറയുന്നത്. അത് ക്ലിയർ ചെയ്ത് വെച്ചു അല്ലേ? ഇമെയിൽ എഴുതലും ഇറ്റ്സ് വെരി ഈസി. ഇമെയിലും ഓക്കെയാണ്. എഡിറ്റിംഗും എന്താണ് പറ? ഓക്കെയാണ് അല്ലേ? ക്യാരക്ടർ സ്കെച്ച് എഴുതാനും പറ ഓക്കെയാണ്. ഡൂസ് ആൻഡ് ഡോൺസ് ഈസ് വെരി ഈസി. അത് ഓക്കെ. അപ്പൊ 1, 2, 3, 4, 5 അല്ലേ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, 35 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഇന്റെ മക്കൾ അത് എഴുതി തീർക്കണം എന്ന്. അങ്ങനെ എഴുതി തീർത്താൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 20 മാർക്ക് അവിടെ കിട്ടും. ക്ലിയർ? റെഡി? ഇനി നോക്കിക്കോളൂ നിങ്ങള് 21 മുതൽ 28 വരെ. ശ്രദ്ധിച്ച് കേട്ടോളൂ. പറ 21 മുതൽ 28 അല്ലേ? അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ 21, 22, 23, 24, 25, 26, 27, 28 അല്ലേ? നിങ്ങൾക്ക് 9 എണ്ണത്തിൽ 5 കേട്ടോ. 1, 2, 3, 4, 5, 6, 7 അല്ലേ? 7 എണ്ണത്തിൽ കേട്ടോ. 7 ശ്രദ്ധിക്കുക. ഇത് പിന്നെന്താണെന്നറിയോ? ഈ ട്രാവൽ ഇൻഫോ എന്ന് പറയുന്നത് ഞങ്ങൾ പിന്നെ +1 പഠിച്ചിട്ടില്ലേ? ഇത് സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഹോട്ട് എയർ ബലൂണിലെ ട്രിപ്പ് ഓഫ് ലഹോൾ ഉണ്ടാവില്ലേ? അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ട്രാവൽ ഇൻഫോ പൊതുവെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കൽ കുറവാണ്. പക്ഷെ അത് എവിടെ ചോദിക്കലുണ്ട്? പബ്ലിക് എക്സാമിന് ചോദിക്കലുണ്ട്. പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിച്ചിരിക്കണം, സെറ്റായിട്ട് പഠിച്ചിരിക്കണം. ക്ലിയർ? ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ലൈവ് TV റിപ്പോർട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. എങ്ങനെ ഷുവർ ആണെന്ന് അറിയാം? 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഇത് എഴുതാൻ പറ്റണം. നമുക്ക് ടോട്ടൽ എത്ര എഴുതാണ്ട് പറ? 5 എഴുതണം. എത്ര മാർക്ക് ഉണ്ടടാ?
6 മാർക്കാണ്. 5 പറ 30 മാർക്ക്. നിങ്ങൾക്ക് എത്ര മിനിറ്റ് സമയം എടുക്കാൻ പറ്റും? 50 മിനിറ്റ് സമയം എടുക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഏന്നുണ്ടായിരുന്നു അതിന് 2 സ്കിപ്പ് ചെയ്ത് അവിടെ എഴുതിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. വെരി ഗുഡ്. ശ്രദ്ധിക്കാം. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും എന്റെ കുട്ടികൾക്ക് ഓക്കെയാണ് അല്ലെ? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഓക്കെയാണ്. നേരത്തെ അവിടെ ഒരു ക്യാരറ്റ് സ്കെച്ച് വന്നു അല്ലേ? ചിലപ്പോൾ ഇവിടെ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സ്കെച്ച് ചെയ്താണ്ടാവും കേട്ടോ. ഈ ക്യാരറ്റ് സ്കെച്ചിന്റെ ക്വസ്റ്റ്യന് ഈ ക്രിസ്മസ് എക്സാമിന് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണം എക്സാം ഗവൺമെന്റ് നടത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ യങ് സീകളുടേതും അതുപോലെ തന്നെ പിന്നെ അല്ലെ മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യത എന്താണ് കൂടുതലാട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. അടുത്തത് ലെറ്റർ ടു എഡിറ്റർ ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് ഈസിയാണ്. ഒരു പാരഗ്രാഫ് എഴുതാനും ഒരു പോയം തന്നിക്കാൻ ഉണ്ടാവില്ലേ? എലാബറേറ്റ് ദ ലൈൻ ഉണ്ടാവില്ലേ? അത് ഉണ്ടാവും കേട്ടോ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാവും. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നരേഷന്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? 50 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണേ. 50 മിനിറ്റ് 6 മാർക്കാണ്. അപ്പൊ എങ്ങനെ സാർ 6 മാർക്കിന് എങ്ങനെ എഴുതാം? ഇത് കേട്ടോളൂ കേട്ടോ. ഞാൻ എപ്പോഴും പറയേ ഒരു പേജ് നിങ്ങൾ അഡീഷണൽ ഷീറ്റ് എന്ന് പറയുന്ന സാധനം അല്ലേടാ? ഇങ്ങനെ ഒരു സാധനം കേട്ടോ. ആക്ച്വലി പിന്നെ ഒരു പുസ്തകം ഇവിടെ ഒരു പേജ് കാണിച്ചു തരാൻ. ഓക്കെ ഫൈൻ, ഇവിടെ ഉണ്ട്. ഫൈൻ കാണിക്കാം. ഇങ്ങനെ കിട്ടുന്ന ഈ സാധനം അല്ലേടാ? ഇതില്ലേ? ഇതൊരു ഷീറ്റാട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഷീറ്റാണ്. നമ്മൾ പേജ് എന്ന് പറയുന്നത് ഈ ഒരു പുറത്തിനാണ് നമ്മൾ എന്ത് പറയാ? പേജ്. ഇതിന്റെ ഇപ്പുറം കൂടെ എടുത്താൽ എന്തായി? 2 പേജായി മാറി. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. എങ്ങനെയാണ് സാറേ ഒരു പേജ് എഴുതാന്ന് പറയുമ്പോൾ 6 മാർക്കിന് എങ്ങനെ എഴുതാ? ഇവിടെ കേട്ടോട്ടാ. 2 മാർക്കിനാണെങ്കിൽ എന്റെ കുട്ടികൾ ഇത്ര എഴുതണം. 4 മാർക്കിനാണെങ്കിൽ ഇതിന്റെ ഒരു മിഡിൽ കണ്ടുകൊണ്ട് എഴുതണം. 6 മാർക്കാണെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് എഴുതി വെക്കണം. അപ്പോൾ 6 മാർക്ക് കിട്ടുക എന്ന്. ക്ലിയർ അല്ലേ? അപ്പൊ സാർ 8 മാർക്കാണെങ്കിലോ ഈ ഒരു പേജും അടുത്തൊരു പേജ് ഉണ്ടാവൂലേ? അടുത്തൊരു പേജിന്റെ പകുതിയും കണ്ടിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് എഴുതി വെക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എഴുത്ത് വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പുറം എഴുതണം. അപ്പോൾ 8 മാർക്ക് ഉള്ളൂ. നിങ്ങൾ എഴുത്ത് ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പുറം എഴുതണം. പിന്നെ എന്ത് ചെയ്യണം? പറ. ഇതിന്റെ ഒരു പകുതി കണ്ടിട്ട് എഴുതുന്ന സമയത്താണ് എത്ര മാർക്ക് കിട്ടുക? 8 മാർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. 6 മാർക്കാണെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം അറിയോ? ഈ കംപ്ലീറ്റ് പേജ് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഇനിയും ഒരുത്തന്റെ എഴുത്ത് വലിയ എഴുത്താണെങ്കിൽ എന്ത് ചെയ്യണം? അവന് ഇതും എഴുതണം. പിന്നെ ഇതിന്റെ ഒരു 1/4 ഭാഗം കൂടെ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അപ്പോഴേ ഒരു 6 മാർക്കിലേക്ക് അത് കൺവേർട്ട് ആവുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അങ്ങനെ 50 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആകെ 25 മിനിറ്റ് സമയം നിങ്ങൾക്ക് എടുക്കാനുള്ളൂ. ഈ 25 മിനിറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 16 മാർക്കാണ്. 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി അല്ലേ? 29 മുതൽ 31 വരെ 2 ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്. അതൊന്നും എന്താണ് പറ? അപ്രീസിയേഷനും മറ്റൊന്നെന്താ പറ? സ്പീച്ചും എഴുതാനാട്ടോ. അതെന്താ സാർ 6 മാർക്കിന് വന്നത്? പൊതുവെ 8 മാർക്കിനാണ് എന്തേല് ഇത് ചോദിക്കല് കേട്ടോ. 8 ആണ് കേട്ടോ, 6 അല്ല, സോറി 8 ആണ്. എൻ്റെ ഇവിടെ എഴുതി തെച്ചാട്ടോ. 8 മാർക്ക്. 2 8 അല്ലേ 16 വരിക അല്ലേ? അപ്പൊ 2 ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ. അപ്പൊ അപ്രീസിയേഷൻ, സ്പീച്ച്, ആർട്ടിക്കിള് ഇത് 2 നമ്മൾ കൂളായിട്ട് എഴുതി വെക്കും അല്ലേ? അപ്പൊ തന്നെ 16 മാർക്ക് പോരും. അപ്പൊ സാറേ എങ്ങനെയാണ് അപ്രീസിയേഷൻ ഒക്കെ ഒരു 1.5 പുറക്ക് എങ്ങനെ എഴുതാം അല്ലെ? 1.5 പേജൊക്കെ എങ്ങനെ എഴുതാൻ പറ്റുക? അതിനൊക്കെ റാൻസിന്റെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ റാൻസിന്റെ ലൈവിലൊക്കെ നിങ്ങൾ കയറി കണ്ടിട്ടുണ്ടാവണം, കാണണം. അങ്ങനെ കണ്ടാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, നിങ്ങളെ ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മക്കൾക്ക് സെറ്റ് ആക്കാൻ പറ്റും. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതിന് ഈ 3 1 മാത്രമേ സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. 25 മിനിറ്റ്സിൻ്റെടാ. ഈ 25 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ 3 പേജ് എഴുതേണ്ടി വരും. 25 മിനിറ്റിൽ ചുമ്മാ എഴുതാനുള്ള സമയം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. വെറുതെ സമയം തരുത്, അനാവശ്യമായിട്ട് ചിലവാക്കരുത്. അവസാനം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കിട്ടും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അടുത്തത് പിന്നെ രണ്ടാമത് പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ എഴുതിയ ആൻസർ ട്രൂ ഓർ ഫോൾസ് ഇല്ലേ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യണം? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടോ? ദെൻ 4ാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ എഴുതിയിട്ടുള്ള പിന്നെ നമ്മളെ നമ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ? ആ നമ്പേഴ്സൊക്കെ ഓക്കെ ആണോ, കറക്റ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ ചെക്ക് ചെയ്യുക. 10 മിനിറ്റ് കഴിയുക. അതോട് കൂടിയിട്ട് വളരെ റിലാക്സ് ആയിക്കൊണ്ട് എന്ത് വേണം? നമ്മളെ എക്സാം ഹോളിൽ ഇറങ്ങിപ്പോരാന്. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ റാൻസിൻ്റെ നമ്മുടെ ചാനൽ ഉണ്ടാവില്ലേ? ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഷോർട്ട് വീഡിയോസും എല്ലാ വീഡിയോസും കാണുക. റാൻസിൻ്റെ നമ്മുടെ +1 വിദ്യാർത്ഥികൾക്കായിട്ട് മാത്രമുള്ള ഒരു ഡ്രീം 80 എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. ഏതാണ് ബാച്ചിൻ്റെ പേര്? പറ. ഡ്രീം 80 എന്ന് പറയുന്ന ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ച് ഉണ്ട്. ഈ ഇംഗ്ലീഷിന് മാത്രമുള്ള ഒരു ബാച്ചിൽ നിങ്ങളുടെ ഇംഗ്ലീഷിൽ 80ൽ 80 മാർക്ക് മേടിച്ച് തരുന്ന ഞാൻ ഗ്യാരണ്ടി പറയുന്ന ഒരു ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസ, സൈനിങ് ഓഫ്. ബൈ.